അങ്ങനെ ഞങ്ങൾ ആ ദുരൂഹത നിറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയായി. കല്ലുകൾ നിറഞ്ഞ പാതകളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ദുർഘടമായ വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ ഒടുവിൽ ആ സ്ഥലത്തിൻ്റെ താഴ്വാരത്തിരിക്കുകയാണ്. അവിടെ നമ്മുടെ കൂടെ തങ്കപ്പൻ ചോദിച്ചത്. തങ്കപ്പൻ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദിവാരൻ ചേട്ടനെ കണ്ടുമുട്ടി. ദിവാരൻ ചേട്ടനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ദിവാരൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ കുറച്ച് കഞ്ഞി വെക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവാരൻ ചേട്ടനെയും കൂട്ടി ഞങ്ങൾ പോകാൻ നോക്കിയപ്പോൾ അദ്ദേഹം വന്നില്ല. പിന്നെ തങ്കപ്പൻ ചേട്ടനെയും കൂട്ടി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കാട്ടുപന്നിയും പുലികളും വിഹരിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തായി. 1985 ജാനകി എന്ന് പറയുന്ന ഒരു യുവതി, ഗർഭിണിയായിരുന്ന യുവതി, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താണ് ഇവിടുത്തെ ഐതിഹ്യം പറയും. എല്ലാ അമാവാസി നാളുകളിലും ഇവിടെ ഒരു കുഞ്ഞിൻ്റെ നിലവിളിയും ഒരു സ്ത്രീയുടെ ശബ്ദവും ഇവിടെ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോയി. അടിപൊളി മനോഹരമായൊരു വെള്ളച്ചാട്ടം. മഴ കുറവായതിനാലാണ് വെള്ളത്തിൻ്റെ തീവ്രത കുറഞ്ഞത്. എന്നാലും മനോഹരമായ വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാൻ കണ്ണിന് കുളിർന്നു വരുന്ന ഈ കാഴ്ച. തങ്കച്ചേട്ടൻ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അവിടെ നിന്നാണ് ചാടി പുള്ളിക്കാരി വീണത്. അപ്പോൾ പുള്ളി പറയുമ്പോൾ പുള്ളി ഒരു പേടിയോടെയാണ് അത് പുറത്തൊക്കെ താഴെ വീണു. എന്നിട്ട് പുള്ളി ചേർത്തെടുത്ത് വെച്ചു. അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം 100 അടി ഹൈറ്റിലുള്ള പാറയിൽ നിന്നാണ് ജാനകി ചാടി ആത്മഹത്യ. ജാനകിയുടെ ആ ഒരു ഓർമ്മകൾ ഉറങ്ങുന്നതായ സ്ഥലം, അവിടെ ഒരു പാല ഇപ്പോഴുമുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നമുക്ക് കാണാൻ പറ്റും നടുവിലെ ആ മലനിരകൾ. അങ്ങനെ നമ്മുടെ ആശാൻ കുളിക്കാൻ വേണ്ടി തങ്കപ്പഞ്ചാൻ്റെ തോർത്ത് വാങ്ങി കുളിക്കാൻ തുടങ്ങി. അതിശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അദ്ദേഹം വെള്ളത്തെ തടഞ്ഞു വെച്ച് വെള്ളത്തിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കുളികൾ നമ്മൾ ക്യാമറയിൽ പകർത്തി. അങ്ങനെ ഞങ്ങൾ തങ്കപ്പഞ്ചാൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ തങ്കപ്പഞ്ചാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊരു പാലമുണ്ടായിരുന്നു. നമ്മുടെ ആശാന പാലത്തിലേക്ക് ഒരു ഷാറുഖാൻ നടക്കുന്ന ഒരു സ്ലോ മോഷനിൽ നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ തങ്കപ്പഞ്ചാൻ്റെ വീട്ടിലെ കൊക്കോ മരത്തിലേക്ക് പോയി. കൊക്കോയിൽ കുറേ വിളഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, നല്ല ഉറുമ്പുണ്ടായിരുന്നു. കൊക്കോയ്ക്ക് കിലോയ്ക്ക് 150.